സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവരുടെ നാമദേഹത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ചിശ്തിയ മജ്ലിസ് അഥവാ അജ്മീർ ഖുത്ബിയത്ത് തങ്ങളുസ്താദുമായി രോഗികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് ശാരീരികമാകട്ടെ മാനസികമാവട്ടെ അതല്ലെങ്കിൽ ഭൂമിയുടെ പ്രശ്നമാവട്ടെ തീർത്തും തീരാത്ത നിരവധി അനവധി പ്രശ്നങ്ങളുമായി തങ്ങളുസ്താദിന്റെ അടുത്ത് ഓടിച്ചെന്നെത്തുന്നവർ അത്ര ആൾക്കാരോട് ഈ മജ്ലിസിനെ കേന്ദ്രീകരിച്ച് ഈ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് അജ്മീർ തങ്ങളുപ്പാപ്പന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആ മജ്ലിസിലേക്ക് നല്ല ഒരു നിയത്ത് ചെയ്ത് ഹദിയ ചെയ്ത് അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ഏൽപ്പിച്ച് പല രോഗികളും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഈ മജ്ലിസിലേക്ക് വന്നെത്തുന്നു. എത്താത്തവർ പറഞ്ഞേക്കുന്നു. മജ്ലിസുകൾ ധാരാളം ഇന്ന് നാട്ടിന്റെ മുക്കുമൂലയിൽ നിലവിലുണ്ട്. ഇന്നല്ല, നൂരിഷ്യ തരീക്കത്ത് എന്ന് പറയുന്ന ഒരു ത്വരീക്കത്ത് ഈ ചുറ്റുഭാഗത്ത് നിലവിലുണ്ടായിരുന്നു. അത് പണ്ഡിതന്മാരാണ് നിലവിൽ കൊണ്ടുവന്നിട്ട് അത് യാഥാർത്ഥ്യമാണെന്ന് മഹല്ലുകളിൽ സ്ഥാപിച്ച് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഭാഗവുമായി ഹൈദരാബാദിന്റെ ഒരു ഷേഖ് കൊണ്ടുവരികയും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ നാട്ടിന്റെ മുക്കുമൂലയിൽ ആ നൂരിഷ തരീക്കത്ത് സ്ഥാപിക്കുകയും പിന്നീട് അത് ശരിയല്ല, കള്ള ത്വരീക്കത്താണെന്ന് ബോധ്യപ്പെടുകയും മഹല്ലുകളിൽ നിന്ന് അത് തുടച്ചു മാറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാമൊക്കെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഹൃദയമായ മടൂർ ഷേഖ്, ബഹുമാനപ്പെട്ട മടവൂർ ഷേഖ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ കറാമത്ത് ഹയാത്ത് മരണത്തിലും ലോക മുസ്ലിമീങ്ങൾ കണ്ട് അനുഭവിച്ചതാണ്. ഹയാത്ത് കാലത്തിൽ അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തീർത്തിട്ടും ആ പ്രയാസം നീങ്ങിക്കിട്ടും. വഫാത്തിന്റെ ശേഷവും നിരവധി ഖറാമത്തുകളെ കൊണ്ട് നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്തിയത് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖാണ്. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന ഹഖ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല ബിദ്അത്തുകാർ ഏതെല്ലാം രൂപത്തിൽ വന്ന് ഒറ്റപ്പെട്ടപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിൽ കള്ള ത്വരീഖത്ത്, വ്യാജ ത്വരീഖത്ത് വന്നിറങ്ങി. അവർ എന്താ പറയുന്നത്? മടവൂർ ഷേഖാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അടക്കമുള്ള നിയന്ത്രണം ഈ ഇന്ന് മുസ്ലിമീങ്ങൾ ചിത്രവിതരമായി കള്ള ത്വരീഖത്തിന്റെ പിന്നിൽ പോവുകയായിരുന്നു. CM മടവൂർ ഷേഖാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പറക്കുന്ന എയർ പ്ലെയിൻ അടക്കം നിയന്ത്രിക്കുന്നത് അവരാണെന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഊതിക്കെടുത്താൻ ഇന്ന് രംഗത്ത് വന്ന വ്യാജ ത്വരീഖത്ത് ചുറ്റുഭാഗത്തുണ്ട്. നമ്മുടെ മുടിപ്പു മജ്ലിസ് യജു പാർക്കിൽ വെച്ച് അതിമഹത്തായ സഖാഫിയ റാത്തീബ് എല്ലാ മാസവും നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പരിധിയിൽ ഒരു കള്ള ത്വരീഖത്തുണ്ട്. നിസ്കരിക്കാത്ത, ദീനിന്റെ ഗുണമണമറിയാത്ത അങ്ങനെയുള്ള ഒരു നാടൻ, തനി നാടൻ ഒരു ഷെയ്ഖായി നടിക്കുകയും പല ആൾക്കാരും അദ്ദേഹത്തിന്റെ പിന്നിൽ പോകുന്നുണ്ട്. ഉലമാക്കളും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നൂരിഷ ത്വരീഖത്ത് ശരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ബോധ്യപ്പെട്ടത് ശരിയല്ല എന്ന്. ബഹുമാനപ്പെട്ട മഞ്ഞാടി ഉസ്താദിന്റെ വീട്ടിൽ നടക്കുന്ന ഗൗസിയ റാത്തീബ്, ആ റാത്തീബിനോട് വിരുദ്ധമായി വേറൊരു റാത്തീബ് നിലവിൽ വന്നു. ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് ആളെ കണ്ടെത്തുകയും സ്നേഹപൂർവ്വം ഉസ്താദിനോട് തോൾ ചേർത്ത് നിൽക്കുകയും ഉസ്താദിനോട് വെറുപ്പ് കാണിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ റാത്തീബ് സ്ഥാപിച്ചു.
വളരെ ഘനഗാംഭീര്യമായ രണ്ട് വീട്ടിന്റെ റാത്തീബും നടക്കുമ്പോൾ സത്യമേതാണ്, അസത്യമേതാണ്, ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണെന്ന് ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ വെപ്രാളത്തിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒറ്റക്കെട്ടായിട്ടുള്ള കാലത്ത് നൂരിഷ തരീഖത്ത് പ്രചരിപ്പിക്കുമ്പോൾ താജുൽ ഉലമ ഒരു അക്ഷരം വേണ്ടിയില്ല. അതേ സ്ഥാനത്ത് പഴയക്കടപ്പുറം കാഞ്ഞങ്ങാടിൽ വെച്ച് രണ്ട് വീട്ടിലും റാത്തീബ് നടക്കുമ്പോൾ ഹക്കേതാണ്, ബാത്തിലേതാണ്, സത്യമേതാണ്, അസത്യമേതാണെന്ന് വേർതിരിച്ച് പറയാൻ പറ്റുന്ന ഒരു ചങ്കൂറ്റമുള്ള ഒരാളെന്ന് കാണാൻ പറ്റില്ല. അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് സിപി ഉസ്താദിന്റെ വീട്ടിൽ കയറുകയും ഇത് ഹക്കാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. തന്റെ വിരൽ തുമ്പ് കൊണ്ട് ലക്ഷങ്ങളെ മുമ്പിൽ പറഞ്ഞു, സിപി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പഴയക്കടപ്പുറം കാഞ്ഞങ്ങാട് വീട്ടിൽ വെച്ച് നടത്തുന്ന റാത്തീബ് അത് ഹക്കാണ്, അതിന്റെ പിന്നിൽ നിങ്ങൾ അണിയിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളായിരുന്നു. കാലക്രമേണ കാലം നീളം ചെല്ലുന്തോരെ സത്യാവസ്ഥ വെളിച്ചത്താകും. പിന്നീട് അത് ദഫൻ ചെയ്യപ്പെട്ടു. മറ്റേ റാത്തീബ് ഇന്നും ബഹുമാനപ്പെട്ട സിപി മഞ്ഞനാടി ഉസ്താദിന്റെ വീട്ടിൽ എല്ലാ റബീഉൽ ആഖിറിലും ഗൗസിയ റാത്തീബ് നിലവിലുണ്ട്. താജുൽ ഉലമ ഇന്ന് വരെ ഒരു ത്വരീഖത്ത് പുതുതായി കൊണ്ടിട്ട് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല. ആരെങ്കിലും പ്രചരിപ്പിക്കുമ്പോൾ തങ്ങൾ നോട്ടം നോക്കി നിന്നു. പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടു ഇത് ശരിയല്ല എന്ന്. അങ്ങനെയുള്ള വ്യാജ തരീഖത്തും കള്ള ത്വരീഖത്തും കള്ള സംഘടനകളും മസ്ജിദുൽ ഖിറാർ അടക്കമുള്ള അക്രമികളുടെ പള്ളികളും കൂടുതൽ നിലവിൽ വരുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഹക്കായ പാത ബഹുമാനപ്പെട്ട താജുൽ ഉലമ തന്റെ ഹയാത്ത് കാലത്ത് നേതൃത്വം നൽകുകയും ശേഷം ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയിലേക്ക് കൈമാറി കൊടുക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട റഹീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അതിന്റെ കടഞ്ഞാണം പിടിച്ചിരിക്കുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഹക്കായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ 100ാം വാർഷികം ചട്ടഞ്ചാൽ കാസർഗോഡിൽ വെച്ച് പ്രഖ്യാപന സമ്മേളനം നടത്തുകയും ഇൻഷാ അല്ലാഹ് 2026 വെച്ച് വമ്പിച്ച 3 വർഷത്തിന്റെ 3 ഘട്ടമായി നടക്കാൻ പോകുന്ന പരിപാടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ആദർശം എന്താണെന്ന് സമൂഹത്തിന് ശരിക്കും വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കാനുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ആ പണ്ഡിതന്മാരെ പിന്നിൽ അണിനിന്ന് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് ഹക്കായ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ മഹത്തായ അജ്മീർ ഖുത്ബത്ത് ജിസ്തിയ മജ്ലിസ് ചിലപ്പോൾ വിശേഷമായ കറാമത്തൊന്നും കാണിക്കാൻ പറ്റില്ല. കള്ള ത്വരീഖത്ത് എന്ന് പറയുന്ന വ്യാജ ത്വരീഖത്തുകാർ, കള്ള ശൈഖന്മാർ, കള്ള തങ്ങന്മാർ ഒക്കെ ചമഞ്ഞു വരുന്ന കാലഘട്ടമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ അഖിലേന്ത്യാ സാദാത്ത് സംഘമുണ്ട്. അതിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സറഫു സാദാത്ത് സയ്യിദ് മുഹമ്മദ് അസ്റഫ് സഖാഫ് തങ്ങൾ മദനി. തങ്ങന്മാരടക്കം ഡ്യൂപ്ലിക്കേറ്റ് തങ്ങന്മാരായി രംഗത്ത് വരുമ്പോൾ അവരെ സിൽസില, അവരെ പാരമ്പര്യ, അവരെ സനദ്, അവരെ മദർഡീഡ്, അവരെ അടിപട്ട അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണോ അല്ലേ എന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. കള്ള ത്വരീഖത്തും കള്ള തങ്ങന്മാരും കള്ള മജ്ലിസും വ്യാജ തരീഖത്തും ഇങ്ങനെയുള്ള പലതും ലോകത്ത് ഇങ്ങനെ വരികയാണ്. പക്ഷെ പല അത്ഭുതങ്ങളും അവർ കാണിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തൻ, ശൈത്താന്, മസ്മരി അടക്കമുള്ളത് കൊണ്ട് അവർ സമൂഹത്തിനെ അത്ഭുതപ്പെടുത്തുമ്പോൾ സമൂഹം അതിന്റെ പിന്നാലെ ഓടിപ്പോകുന്നു. ഇത് അങ്ങനെയുള്ളതല്ല. ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ തങ്ങളെ ഹദ്റത്തിലേക്ക് ഒരു വ്യഭിചാരി വന്നു. എന്താ അദ്ദേഹം വരാൻ കാരണം? വ്യഭിചാരം കൊണ്ട് തന്റെ മാംസം വിൽപ്പന ചെയ്ത് 25,000 രൂപ സമ്പാദിച്ചു. ആ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ബേജാറോടുകൂടെ, പ്രയാസം കൊണ്ട്, വിഷമം കൊണ്ട് ബഹുമാനപ്പെട്ട ഖ്വാജ തങ്ങളെ ചാരത്ത് വന്നെത്തി. അങ്ങനെ ബേജാറായി ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞു. തങ്ങൾ ഓർഡറാക്കി, പോയിക്കോ, നിന്റെ പൈസ തിരിച്ചു കിട്ടി. അതേ സ്ഥാനത്ത് ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന, നിരന്തരം പരിശുദ്ധ ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന സാക്കിറായ ഒരാൾ അവിടെയുണ്ട്. അദ്ദേഹം കണ്ട് അത്ഭുതപ്പെട്ടു പോയി.
മാസങ്ങളോളം ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ തങ്ങളെ ഹദ്റത്തിൽ വന്ന് ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അവിടുത്തെ മാല മൗലിദുകളൊക്കെ ഓതി. ഞാൻ പല പ്രയാസവും എടുത്തെടുത്തു പറഞ്ഞു. പക്ഷേ എന്റെ പ്രയാസം നീങ്ങില്ല, എന്റെ പ്രശ്നക്ക് പരിഹാരം ഇവിടെ കണ്ടെത്തില്ല. ദീനീ ബോധമില്ലാത്ത തമ്മാടിയായ വ്യഭിചാരിയായ ഒരു സ്ത്രീ സഹോദരന്മാരെ, അങ്ങനെ അജ്മീർ ഖ്വാജ തങ്ങളെ ചാരത്ത് മാസക്കണക്കിന് ഇബാദത്തിൽ മുഴുകി ജീവിച്ച അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തില്ല എന്ന ബേജാറോടുകൂടെ, ദുഃഖത്തോടുകൂടെ രാത്രി കടന്നുറങ്ങി. അദ്ദേഹത്തിന് കണ്ട സ്വപ്നമാണ് എൻ്റെ മുമ്പിൽ വന്ന ആ സ്ത്രീ. അദ്ദേഹം തമ്മാടിയാണ്. ദീനീ ബോധമില്ലാത്ത തൻ്റെ ശരീരം വിൽപ്പന ചെയ്തുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ അയച്ചു. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ധാരാളം ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും അങ്ങനെ ഇബാദത്തിലായി മുഴുകി ജീവിക്കുന്ന നിങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾക്ക് ഇതാണ് ഖൈർ. അതിൻ്റെ ഒരു ഭാഗമാണ്. തങ്ങന്മാരുടെ അടുത്ത് നമ്മൾ വന്നാൽ തങ്ങ പറയും, തങ്ങളെ ഞാൻ പോട്ടെ, നിങ്ങൾക്ക് ഇതിപ്പോൾ തിരക്ക്, കുറച്ച് ഇരിക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, എല്ലാം ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാം. സ്നേഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരോടും അങ്ങനെ പറയുന്നു. അതിൻ്റെ ആ സിൽസില, ആ പാരമ്പര്യമാണ് നമ്മുടെ സീതന്മാരും നമ്മുടെ ആലിമികളും കൊണ്ടുവന്നത്. പെട്ടെന്ന് ഇരിക്കപ്പോൾ എനിക്ക് തിരക്കെന്ത്, ഭക്ഷണം കഴിച്ചിട്ട് പോവാം, ചായ കുടിച്ചിട്ട് പോവാം, കുറച്ച് ഇരിക്കി, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളോട് ഒരു ഉൾക്കാഴ്ച, സ്നേഹത്തിന്റെ ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് ആ ഭാഗമായി നമ്മളെ ഇരുത്തുന്നത്. ഇതിക്ക് അജ്മീർ ഖ്വാജന്റെ അടുത്ത് എല്ലാ വിഭാഗവും വരുന്നുണ്ട്. വേഗം പോകേണ്ട ആളെ ഫാസ്റ്റ് റെയിലിൽ അങ്ങ് അയക്കും, നിർത്തേണ്ട ആളെ നിർത്തും. ഞാൻ പറഞ്ഞു വരുന്നത് നല്ലതും ഇടക്കും വേർതിരിഞ്ഞ് മനസ്സിലാക്കണം. പണ്ടൊരാൾ പാടിപ്പോയി, മൺവാടയിൽ നിന്ന് നബിയിരിപ്പാൻ, മണൈ വാർത്തിടുവാനും നബിയിരിപ്പാൻ, കുമ്പാ നിറച്ചും പത്തിരും ചാറ, ഊറ്റി ഉജിക്കുവാനും അരുൾ ജബ്ബാറ. ഒരാൾ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട് നാടാകെ.
നല്ല ആൾ അദ്ദേഹത്തെ ആദരിക്കുകയും അറിയാത്ത ആൾ തള്ളുകയും ചെയ്യുന്നു. എന്താ അദ്ദേഹം പറയുന്നത്? മൺവാടിയിൽ നിന്ന് നബിയിരിപ്പാൻ മണൈവാർത്തിടുവാനും നബിയിരിപ്പാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് ആ പൂമണ്ണിൽ അന്തി ഉറങ്ങുകയാണ്. ആ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ കൽബിൽ ഇങ്ങനെ അലയർട്ടുകയാണ്. ആ മുത്തുനബിയിലേക്ക് എനിക്ക് എത്തണമെങ്കിലോ എനിക്ക് ഈ ഭൂമിയുമായി വിട പറയണം. എങ്ങനെ പറയേണ്ടത്? കുംഭ നിറച്ചും പത്തിരും ചാറ, 10 2 10 4 1 2 3 4. അപ്പൊ 2 10ഉം 4 4ഉം 24 അക്ഷരമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ചൊല്ലി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ എനിക്കത് ശരിക്കും ചൊല്ലാനുള്ള തൗഫീഖ് നീ തരാം റഹ്മാനെ എന്നാണ് ബഹുമാനപ്പെട്ടവർ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ഞാനൊരു വലിയാണെന്ന് സാധാരണക്കാർക്ക് അറിയുകയും അവരുടെ ആദരവ് ഉദ്ദേശിക്കാത്ത ഒരാളാണ് ഈ രൂപത്തിൽ ഒരു പാട്ടായി ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ നല്ല നല്ല മഹാന്മാർ ഇന്ന് ഹയാത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ ഭാഗത്ത് ധാരാളം സ്ത്രീകളുണ്ട്, മറുവശത്തും അവിടെയും സ്ത്രീകളുണ്ട്. ആണുങ്ങളെ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മുടെ മജ്‌ലിസിൽ സ്ത്രീകളാണ്. എല്ലാവരും 10 കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ത്? കാര്യങ്ങൾ സക്സസ് ആകുന്നുണ്ട്, കാര്യങ്ങൾ നേടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവും കുടുംബ പ്രശ്നവും അങ്ങനെ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ, ഡോക്ടർമാർ കൈവിട്ടത്, കോടതി തള്ളിയത്, ഡോക്ടർമാർ വേണ്ട എന്ന് വെച്ചത്, അങ്ങനെയുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൽബ് നന്നായി വേണം. ഗേണ ഉടലിട് വസറ് ഭൂമിയിട്. പണ്ടൊരു ചൂത്തരം പറഞ്ഞതുപോലെ കൽബാണ് നിയ്യത്തിന്റെ സ്ഥലം. നിയ്യത്ത് നന്നായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നബി മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യമായി വന്ന സയ്യിദന്മാർ, സാദാത്യങ്ങൾ, അഹ്ലു ബൈത്ത്, അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ബറക്കത്ത്, വെള്ളം, നൂലുമന്ത്രം, മറ്റതൊക്കെയും അൽഹംദുലില്ലാഹ് പാരമ്പര്യമായിട്ട് നമുക്കറിയാം. കുമ്പോൾ തങ്ങളടക്കമുള്ള, താജുൽ ഉലമ തങ്ങളടക്കമുള്ള പഴയ സയ്യിദന്മാരിൽ നിന്ന് കിട്ടുന്ന ആ ബറക്കത്ത്, തബറുക്ക്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലം സിദ്ധിക്കുന്നുണ്ട് എന്നതിന് 2 അഭിപ്രായമില്ല. അത്തരത്തിലുള്ള ഒരു മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. സദാ ഈ മജ്‌ലിസിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നെത്തിയവരും എത്താത്തവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരും ഒക്കെ ഉണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ഉസ്താദ് അവர்கள் നമുക്ക് ദുആ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. ഞാൻ വിഷയങ്ങൾ കൂടുതൽ നീട്ടാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ ഈ ജിസ്തിയ മജ്‌ലിസ്, അജ്മീർ ഖുത്ബിയത്ത്, ജനങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ. ഖുത്ബിയത്തൊക്കെ പണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടായി മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇങ്ങനെ ഒരു അജ്മീർ ഖുത്ബിയത്ത് ഉണ്ടോ എന്ന ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കിന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ സംശയങ്ങൾ മുഴുവനും നീങ്ങുന്ന രീതിയിൽ അതിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്ന് വിഷയം അവതരിപ്പിച്ചു തരും. തങ്ങളുംമാരും സാദാത്യങ്ങളും അതിന് ദലീലില്ലാതെ, കഴമ്പില്ലാതെ, അതിന്റെ അടിസ്ഥാന രേഖയില്ലാതെ ഒന്നും സദസ്സിൽ ചെയ്യൂല. അവർക്ക് മരണത്തിന്റെ ഓർമ്മയുണ്ട്. അവർ ആലിമികളാണ്, അവർ സയ്യിദന്മാരാണ്, അവർ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. സമൂഹത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി തീർത്തു തരുന്ന അവർ അങ്ങനെയുള്ള നല്ല മജ്‌ലിസുകൾ മാത്രമേ സംഘടിപ്പിക്കൂ. നാം കാണാത്ത കേൾക്കാത്ത പുതിയൊരു മജ്‌ലിസ് ആകുമ്പോൾ ജനങ്ങൾക്ക് സംശയം സാധാരണമാണ്. ഇൻഷാ അല്ലാഹ് ആ സംശയം മുഴുവനും നീക്കിത്തരും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് ദുആ ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങൾ അൽ ബുഖാരി അംജദി നിലമ്പൂർ മലപ്പുറം, അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ടവരിലേക്ക് സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മജ്‌ലിസ് നിയന്ത്രിക്കുന്നത് നമ്മുടെ എല്ലാമായ വിശിഷ്യ പാത്തൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ പാത്തൂർ, അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിച്ച് ഈ സദസ്സ് ബഹുമാനപ്പെട്ടവരുടെ ഇരു കൈയിലേക്കും ഏൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ക്ലിനിക് ഉണ്ട്. നല്ല മരുന്നും ആയുർവേദിക് നാച്ചുറൽ മരുന്നും ഉയിച്ചലും ശരീരത്തിന്റെ കാലിന്റെ വിരൽ മുതൽ തലമുടിന്റെ അറ്റം വരെ എല്ലാ പ്രയാസങ്ങളും നീക്കുന്ന നല്ല ഒരു ക്ലിനിക്കാണ്, ട്രീറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ കണച്ചൂർ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഉണ്ട്. മാസത്തിൽ ഒരു 10 ദിവസം ഉയിച്ചലുണ്ട്. നല്ല കളരി മനസ്സ് അറിഞ്ഞ
നാടി നരമ്പിന്റെ എല്ലാ ഇനങ്ങളും മറിഞ്ഞ നല്ല കഴമ്പുള്ള കളരി ഫൈറ്റ് അറിഞ്ഞ കളരിന്റെ എല്ലാ മർമ്മങ്ങളും മനസ്സിലാക്കിയ ശരീരത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കിയ നല്ല കുരിക്കളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒഴിച്ചൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പദ്ധതികൾ നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തി തരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് കൽത്തറ അവർ വിഷയം അവതരിപ്പിക്കും. അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മജ്ലിസിൽ നമ്മുടെ സമ്മേളനത്തിന്റെ ചെയർമാനും എല്ലാ വിഷയത്തിലും നിരസാന്നിധ്യമുള്ള മുഹമ്മദ് കുർനാട് മദ്യനടുക്ക ബഹുമാനപ്പെട്ടവരിലേക്ക് സ്വാഗതം പറയുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നമ്മുടെ മറ്റൊരു വൈദ്യനും കൂടിയാണ് നാച്ചുറലായിട്ട് ബഹുമാനപ്പെട്ട ഹാമിദ് സഅദി ഉസ്താദ്. അതുപോലെ തന്നെ നമ്മുടെ ഫദൽ സഅദി തോട്ടാൽ, പിന്നെ നമ്മുടെ ഈ ബുർദ അവതരിപ്പിച്ച അലി അടക്കമുള്ള നമ്മുടെ മൈക്കന്റെ ഓപ്പറേറ്റർ, പിന്നെ ഫസൽ മീഡിയ അടക്കമുള്ള നമ്മോട് സഹകരിക്കുന്ന നമ്മുടെ ആഷിഖ് അടക്കമുള്ള എല്ലാവർക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മ പെങ്ങന്മാർ, നമുക്ക് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന രാത്രിയും പകലും തങ്ങളും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന ഈ നാട്ടിന്റെ സ്ത്രീ പുരുഷന്മാർ കുട്ടികൾ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നാം അറിയാത്ത ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടാത്ത വല്ല രോഗത്തിന്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗത്തിന്റെ കറകളെ നീക്കി ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അവന്റെ പൊരുത്തത്തിലായി നീട്ടി തരുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ടു ദുആ വസിയത്തോടുകൂടെ എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.